ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു: അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. പ്രിയപ്പെട്ടവരെ, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്: അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. ഈ വിശുദ്ധീകരിക്കുന്ന സത്യം എന്ന് പറയുന്നത് ദൈവവചനമാണ് എന്നാണ് യേശുനാഥൻ പറയുന്നത്. വചനത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, വീണ്ടും 17-ാം അധ്യായത്തിൽ തന്നെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ നടത്തുന്ന ശക്തമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണിത്. ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കണം. എങ്ങനെയാണ് വിശുദ്ധീകരിക്കേണ്ടത്? സത്യത്താൽ. ഈ വിശുദ്ധീകരിക്കുന്ന സത്യമായിട്ടുള്ള കാര്യമാണ് അവിടുത്തെ വചനം. ആയതിനാൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ആ ശിഷ്യന്മാരിലൂടെ ആ വിശ്വാസം കടന്നു വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയും വചനത്തിലൂടെ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്ന്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ അവിടത്തേക്കുള്ള വിശ്വാസത്തിലൂടെ, വചനത്തിലൂടെ യേശുവിനെയും പിതാവായ ദൈവത്തിലും വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ ഫലമായി ലഭിക്കുന്നതോ ആ വചനത്തിലൂടെയുള്ള വിശുദ്ധീകരണത്തിലൂടെ സ്വർഗരാജ്യവും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ജനമായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.